വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി കേരളത്തിൽ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് ബി.ജെ.പി. ധന്യക്ക് മുന്നോട്ടുള്ള ബി.ജെ.പിയുടെ ഒരു കേരളത്തിലെ ഒരു വേരുറപ്പിക്കൽ എങ്ങനെയായിരിക്കുമെന്നാണ് കരുതുന്നത്? ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി 4 പതിറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിൽ അല്ലെങ്കിൽ തലസ്ഥാനം അധികാരത്തിൽ പിടിക്കുക. ചെങ്കോട്ട തകർത്തുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു വലിയ മുന്നേറ്റം. അത് നമ്മൾ ബി.ജെ.പി എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള ഒരു ചിന്ത ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാല മടക്കി പോക്കറ്റിൽ വെക്കുക എന്നുള്ളത് അവർ തന്നെ പറയുകയാണ്. കാരണം ഈ കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് ശേഷം ബി.ജെ.പിയുടെ ഒരു വല്ലാത്ത ആത്മവിശ്വാസം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു 4-5 സീറ്റൊക്കെ അവർ മുന്നിൽ കാണുന്നുണ്ട്. വട്ടിയൂർക്കാവ്, നേമം, കൊല്ലം, ആറ്റിങ്ങലൊക്കെ അവര് വലിയ രീതിയിൽ കാണുന്നുണ്ട്. ഇതിൽ നേമവും വട്ടിയൂർക്കാവും അവര് കിട്ടും എന്ന് 100% ഉറപ്പിക്കുന്ന 2 മണ്ഡലങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം തുടങ്ങിയതിനു ശേഷം കുറേ ആളുകൾ കോർപ്പറേഷൻ മേയർ രാജേഷിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തി. അതായത് ഇത് ഇങ്ങനെ ആയിരിക്കണം ഒരു മേയർ, അല്ല എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ചാടി മറുപടി പറയുന്ന ഒരാളാവരുത്, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച്. ഗണേഷ് കുമാറിന് ഈ ബസ്സിൽ അദ്ദേഹം നൽകിയ മറുപടിയൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഒരു പക്വമായ രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി അദ്ദേഹം പഠിച്ച് പറഞ്ഞ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ അതിന്റെ വസ്തുതകൾ മാത്രം നിരത്തി കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ്. ആരോടും അങ്ങനെ വൈരാഗ്യമൊന്നും വെച്ച് ബി.ജെ.പിക്കാർ പെരുമാറില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. രാഷ്ട്രീയത്തിൽ പോലും അവർക്ക് വൈരാഗ്യമില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മേയർ ആയതിനു ശേഷം ആദ്യം വി രാജേഷ് വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. വിളിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം അതൊരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ബഹുമാനം പിണറായി വിജയന് കൊടുത്തത്, തന്നെക്കാൾ പരിചയമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു രീതിയിൽ കൊടുത്തത്. അപ്പോൾ രാഷ്ട്രീയപരമായുള്ള അസ്വാരസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകാം. പക്ഷേ അതിലപ്പുറം ബഹുമാനിക്കേണ്ടവർ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ബി.ജെ.പിയിലെ ചില നേതാക്കൾക്കെങ്കിലും അറിയാം. അത് തന്നെയാണ് നരേന്ദ്രമോദി പിന്തുടരുന്ന അതേ പാത തന്നെയാണ് വി രാജേഷും തിരുവനന്തപുരത്ത് പിന്തുടരുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ 2ാം സ്ഥാനമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്താണ് അദ്ദേഹം വന്നത്. തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വേരോട്ടം കൂടുതലുള്ള മണ്ണുകളാണ് നേമവും വട്ടിയൂർക്കാവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടം, ആറ്റിങ്ങലൊക്കെ ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണ 10,000-ത്തിലധികം ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളാണ് കഴക്കൂട്ട, ആറ്റിങ്ങൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലങ്ങളൊക്കെ അവരൊന്ന് ആഞ്ഞു പിടിച്ചാൽ അവർക്കത് കൈപ്പിടിയിലാക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് കത്തി നിൽക്കുന്നത് ശബരിമല വിഷയമാണ്. അപ്പൊ നേരത്തെ തന്നെ ബി.ജെ.പിക്ക് RSSന് ശബരിമലയിൽ സ്ത്രീകൾ കയറട്ടെ എന്നുള്ളതിൽ വലിയ പ്രശ്നമില്ലായിരുന്നു തുടക്കത്തിൽ. പിന്നീടാണ് അവർ വിശ്വാസ സമൂഹത്തിനോടൊപ്പം നിന്നത്. അപ്പൊ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ സമയത്ത് ബി.ജെ.പി കൃത്യമായി അവരുടെ എന്താണോ ലക്ഷ്യം അത് വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് അവർക്ക് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമല്ല വോട്ടിംഗ് ശതമാനം കൂടി, അവർ വിചാരിക്കുന്നതിൽ അപ്പുറത്തില്ല ഒരു പ്രതീക്ഷിച്ച നേട്ടം അവർക്ക് അതിലുണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം വോട്ടിംഗ് ശതമാനമൊക്കെ കൂടി 16% ആയി ബി.ജെ.പിക്ക്. പക്ഷെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ തിരിച്ചടിയാണ് കിട്ടിയത്. വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞു. അത് ഇനിയും ഉയർത്താം എന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ കോൺഗ്രസും CPM-ഉമാണ് ശബരിമല വിഷയത്തിൽ പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയതും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തതും കടകംപള്ളിയോടൊപ്പം ബാംഗ്ലൂരിലെ ഹോട്ടലിൽ നിന്ന് സംസാരിച്ചത് ഇതൊക്കെയാണ് വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ബി.ജെ.പി നേതാക്കളെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ട ഫോട്ടോ എന്ന് പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് സേഫ് സോണിലാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കൃത്യമായ മണ്ഡലങ്ങളൊക്കെ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF-ന് വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം UDF ഇപ്പോൾ ഇത്തവണ 4 കോർപ്പറേഷനുകളാണ് UDF പിടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോഴിക്കോട് 2 പേരും കൂടെ ചേർന്നാണ് ഭരിക്കുന്നത്. അതായത് മേയർ LDF-ൻ്റെതും ഡെപ്യൂട്ടി മേയർ UDF-ൻ്റെതും, അങ്ങനെയാണ് കോഴിക്കോട്. ബാക്കി എല്ലായിടത്തും അവർ ഭൂരിപക്ഷമായി ഭരിക്കുന്ന സ്ഥലങ്ങളാണ് ബാക്കി കോർപ്പറേഷനുകളെല്ലാം. തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു വലിയ വിജയം അത് ഈ ശബരിമല വിഷയത്തിൽ എത്രത്തോളം അവരെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നമ്മൾ ഈ വലിയ കൊറോണയും പ്രളയമൊക്കെ വന്നപ്പോൾ ഒരു കിറ്റ് കൊടുത്താണ് പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയത്. കാരണം ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സർക്കാരിനെതിരെ വന്നു. എന്നിട്ടും സർക്കാരിനെ ഒന്ന് തൊടാൻ പോലും UDF-ന് കഴിഞ്ഞില്ല. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ 2ാമതും കയറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ഗിമിക്കുകൾ കാണിച്ച് വേണമെങ്കിൽ LDF-ന് തന്നെ അടുത്ത അധികാരം പിടിക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോൾ ഈ സോണിയാഗാന്ധി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതി, അതോടെ UDF-ന്റെ അടിത്തറ ഇളകി എന്ന് തന്നെ. കാരണം ഒരു പിന്നെ സോണിയാഗാന്ധിയെ പോലെ ഹിന്ദു മതവിശ്വാസി അല്ലാത്ത ഒരാൾ ശബരിമല വിഷയത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് എന്തിനാണ് ദില്ലി യാത്ര പോയതെന്നും ദില്ലി യാത്ര പോയിട്ട് എന്തിനാണ് സോണിയെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ കോളിളക്കം കേരളത്തിൽ പിന്നെ നമ്മൾ BJP-യുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ വലിയ കൊട്ടിഘോഷിച്ച ഒരു വിജയമായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലത്തെ വിജയം. പക്ഷെ അതേസമയം നമ്മൾ ഇപ്പൊ കോർപ്പറേഷൻ ഇലക്ഷന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ കാര്യമായിട്ടൊരു മുദ്ര പതിപ്പിക്കാനായിട്ട് BJP-ക്ക് ആയിട്ടില്ല. അതും തിരുവനന്തപുരവുമായി അത് നമുക്ക് തോന്നുന്നതാണ്. തൃശ്ശൂർ BJP-ക്ക് കൃത്യമായി അത് ഈ പല കാര്യങ്ങളിലും സുരേഷ് ഗോപി അത് വിളിച്ചു പറയാത്തത് കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കാത്തത്. കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ട് കൃത്യമായി വിനിയോഗിച്ച ഒരു നേതാവാണ് സുരേഷ് ഗോപി. ഇതാണ് പലപ്പോഴും BJP-ക്ക് പറ്റുന്ന. ഇപ്പൊ സാധാരണ ഒരു മാധ്യമപ്രവർത്തകരെ നമ്മൾ പോലും ചിന്തിക്കുക സുരേഷ് ഗോപി ഈ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് തട്ടിക്കയറുന്നു, എനിക്ക് പാലിക്കാൻ കഴിയാത്ത പിന്നെ തീരുമാനങ്ങൾ അദ്ദേഹം പാലിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചിരിച്ചുകൊണ്ട് വാങ്ങി വെച്ചിട്ട് തിരിയുമ്പോൾ ചുരുട്ടിക്കളയുന്നതാണ് സിനിമകളിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ പറ്റില്ല എന്ന് പറയുന്നത് ആദ്യമായി പറ്റില്ല എന്ന് പറഞ്ഞ ഒരു നാവിൽ നിന്ന് കേൾക്കുന്ന സുരേഷ് ഗോപിയുടെ നിന്നാണ്. സ്വാഭാവികമായോ സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്താണ്, ഇയാൾക്ക് പറ്റില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെച്ചൂടെ, അങ്ങനെ വാങ്ങി വെച്ച് എന്തിനാണ് അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് എന്നാണ് സുരേഷ് ഗോപിയോട് ചിന്തിക്കുന്നത്. നമ്മളൊരു പേഴ്സണലി ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് നമുക്ക് പോകണ്ട, BJP-യുടെ മൊത്തത്തിലുള്ളതായിട്ട് പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം തൃശ്ശൂരിൽ കൃത്യമായിട്ടൊരു വിജയം ഉറപ്പിക്കാനായിട്ട് BJP-ക്ക് സാധിക്കാഞ്ഞത് എന്നാണ് തന്നെ കരുതുന്നത്. തൃശ്ശൂരിലെ ഈ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം അടുപ്പിക്കാൻ BJP മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ തൃശ്ശൂരിൽ അത് വിജയിച്ചിട്ടുമുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ക്രൈസ്തവരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ BJP-ക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ BJP എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തീവ്രവാദ സൈഡ് ആളുകൾ എപ്പോഴും നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. സാധാരണക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് RSS എന്ന് പറയുമ്പോൾ വെട്ടിക്കൊല്ലുന്ന പാർട്ടിയാണ്, BJP എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദ ലൈനുള്ള പാർട്ടിയാണ്, അവർക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ല, ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ നടക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ. അത് കുറേയൊക്കെ അവരുടെ കുറെ നേതാക്കന്മാർ ഉണ്ടാക്കി വെച്ച കുറെ ധാരണകളുടെ പുറത്താണ്. ജനങ്ങളെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ ചിന്തിക്കുന്നവരാണ്. സ്വാഭാവികമായും BJP അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഒരു വാജ്പേയിയോ ഒരു അദ്വാനിയോ ഒരു നരേന്ദ്രമോദിയോ അങ്ങനെ പല പിന്നെ ടൈപ്പ് ഓഫ് നേതാക്കന്മാര് നമുക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ്. അവരിലൂടെയാണ് കുറച്ചുകൂടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞതും. പ്രത്യേകിച്ച് 2014 ശേഷമാണ് BJP എന്താണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് BJP-ക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ ഗുജറാത്തിലെ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. അത് ഈ കേരളത്തിന് പുറത്താണ്. കാരണം അത് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഗുജറാത്ത് പിടിച്ചെടുക്കുന്നു, പിന്നെ ഡൽഹി പിടിച്ചെടുക്കുന്നു, ബീഹാർ പിടിച്ചെടുക്കുന്നു, രാജസ്ഥാൻ, അങ്ങനെ ആസാം, അങ്ങനെ BJP അങ്ങ് വളർന്ന് പന്തലിച്ചു പോവുകയാണ്. അവിടെ ഒരു മോദി മാജിക് ഉണ്ട്, BJP-യുടേതായ ഒരു മാജിക് ഉണ്ട്. പക്ഷെ കേരളത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. കാരണം ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്ന് കരുതിക്കൊണ്ട് ജനങ്ങൾ ഫുള്ള് കേരളവും BJP-ക്ക് കൊടുക്കില്ല. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത്. അവർ വരട്ടെ, വന്ന് ഇപ്പോ 5 കൊല്ലം ആര്യ രാജേന്ദ്രൻ ഭരിച്ചു, ഇനി ആര്യയ്ക്ക് കൊടുക്കണ്ടെന്ന് ജനങ്ങൾ തീരുമാനിക്കാൻ 5 വർഷം എടുത്തു. കാരണം ആര്യ രാജേന്ദ്രന്റെ ഒരു സ്വഭാവം, ധാർഷ്ട്യം, അഹങ്കാരം ഒക്കെ കൂട്ടിക്കലർത്തിയാണ് കോർപ്പറേഷനിലെ ജനങ്ങൾ ആരെ വേണം. പല കമ്മ്യൂണിസ്റ്റുകാരും ഒരുപക്ഷെ BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അവിടെയാണ് ഈ കേരളത്തിന് പുറത്ത് BJP നടത്തുന്ന പല ഗിമിക്കുകളും ട്രിക്കുകളും കേരളത്തിൽ ഫലപ്രദമായി വരില്ല എന്ന് പറയുന്നത്. കേരളത്തിൽ അടിസ്ഥാനപരമായി കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ BJP-ക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാനും വേര് പിടിക്കാനും കഴിയൂ. അല്ലാത്ത പക്ഷം BJP ഇങ്ങനെ 3-ാം സ്ഥാനം അല്ലെങ്കിൽ പിന്നെ നിയമസഭയ്ക്കുള്ളിൽ കയറാൻ പറ്റാതെ ഇങ്ങനെ ആത്മവിശ്വാസം മാത്രം ഉണ്ടായിട്ട് പോരാ. അതിൽ മൊത്തത്തിൽ അടിത്തട്ടിൽ നിന്നൊരു പ്രവർത്തനം BJP-ക്ക് ഉണ്ടാകണം. ആ പ്രവർത്തനം വിപുലീകരിച്ചാൽ മാത്രമേ അവർക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പദ്ധതികൾ അങ്ങനെ മൊത്തത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മൊത്തം കാര്യങ്ങളിലും പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി പ്രവർത്തകരെ ഒപ്പം കൂട്ടി ജനങ്ങളെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കാൻ കഴിയൂ.